ശ്രീ ഹരിശ്ചന്ദ്ര ബാബു കാട്ടാക്കട എഴുതിയ കഥ നിശബ്ദതയുടെ തീർത്ഥാടനം. കോലാപൂർ സ്റ്റേഷനിൽ കാത്തുകിടക്കുന്ന ട്രെയിനിൻ്റെ ജനൽ കാഴ്ചകൾക്കപ്പുറം കാലം അതിൻ്റെ ഏറ്റവും നിഗൂഢമായ ആത്മീയതയോടെ വിടർന്നു നിൽക്കുകയായിരുന്നു. എതിരെ വരുന്ന ഏതോ ഒരു തീവണ്ടിക്ക് കടന്നു പോകാൻ പാതയൊരുക്കേണ്ടതിനാലാണ് അഭിലാഷ് സഞ്ചരിക്കുന്ന ജമ്മു എക്സ്പ്രസ് ഇവിടെ നിശ്ചലമായിരിക്കുന്നത്. ആ കാത്തിരിപ്പിൻ്റെ വിരസതയിലേക്ക് അഭിലാഷിൻ്റെ മിഴികൾ നീണ്ടത് റെയിൽപാതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളിയുടെ സെമിത്തേരിയിലേക്കായിരുന്നു. അതിൻ്റെ വലിയ ഇരുമ്പ് കവാടം ഒരു തുറന്ന പുസ്തകമായി കിടക്കുന്നു. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും അക്കങ്ങൾ കുത്തിവെച്ച, പ്രത്യാശയുടെ ഓർമ്മവാക്യങ്ങൾ പായിൽ പിടിച്ച നൂറുകണക്കിന് ശവകുടീരങ്ങൾ അവിടെ ശാന്തനിദ്രയിലായിരുന്നു. ഒരുപക്ഷെ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് കണ്ടതും കാണാത്തതുമായ സകല സ്വപ്നങ്ങളുടെയും അന്ത്യവിശ്രമ കേന്ദ്രം. സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചവരും പകുതി വഴിയിൽ കാലിടറി വീണവരും മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചവരും ഒടുവിൽ തുല്യരായി ശയിക്കുന്ന സമത്വത്തിൻ്റെ മഹാരാജ്യം. മനുഷ്യൻ സമത്വത്തെക്കുറിച്ച് എത്രയെത്ര സിദ്ധാന്തങ്ങൾ ചമച്ചാലും ഏതൊക്കെ ഭരണഘടനകൾ നിർമ്മിച്ചാലും പ്രപഞ്ചനാഥൻ മണ്ണിൽ തീർത്തിരിക്കുന്ന ഈ മരണകുടീരത്തോളം പോന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഭൂമിയിലുണ്ടാവില്ല. അവിടെ അസൂയയുടെ കനലുകളില്ല, ആർത്തിയുടെ പേക്കൂത്തുകളില്ല, ചോര ചിന്തിയ വിപ്ലവങ്ങളോ യുദ്ധങ്ങളോ കൊലപാതകങ്ങളോ അവിടെ ഒരാളും സ്വപ്നം കാണുന്നില്ല. മനുഷ്യൻ അല്പകാലം മണ്ണിൽ ജീവിച്ച് അഹങ്കരിക്കുന്നു. എന്നാൽ ഒടുവിൽ അവൻ എന്നേക്കുമായി മണ്ണിലേക്ക് ലയിക്കുമ്പോൾ ആ മണ്ണിന് ഒട്ടും അഹങ്കാരമുണ്ടാകാറില്ല. കാലത്തിൻ്റെ നീതിപുസ്തകത്തിൽ എഴുതപ്പെടാതെ പോയ ഈ പരമശൂന്യതയുടെ സത്യവാക്യം അഭിലാഷിൻ്റെ ഉള്ളിൽ ഒരു തീർത്ഥാടനമായി പെയ്തിറങ്ങി. ഈ അത്ഭുത പ്രപഞ്ചത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെ ഓർത്ത് അവൻ അഗാധമായി ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. അത് പുതിയൊരു ജീവിത ബോധത്തിൻ്റെ പ്രകാശമോ അതോ പഴയ തിരിച്ചറിവുകളുടെ പുതുക്കലോ ആവാം. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം 6:30 അസ്വസ്ഥതയോടെ വിരലുകൾ കോർത്ത് തൊട്ടടുത്തിരുന്ന സഹയാത്രികനോട് അവൻ ചോദിച്ചു, ഇനിയും എത്ര സമയം ഇവിടെ കിടക്കേണ്ടി വരും? ഒരു 20 മിനിറ്റ് കൂടി വേണ്ടിവരും എന്ന് തോന്നുന്നു. 2 വണ്ടികൾക്ക് ക്രൂസിംഗ് ഉണ്ട്. മറുപടി ഒരു തണുത്ത കാറ്റുപോലെ കടന്നുപോയി. അഭിലാഷ് അയാൾക്ക് നന്ദി പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ തോൾ സഞ്ചിയിൽ നിന്നും വെള്ളക്കുപ്പിയെടുത്ത് കുറച്ച് കുടിച്ചു. ശേഷം സഞ്ചിയിൽ നിന്ന് തന്നെ ഒരു പുസ്തകമെടുത്ത് മടിയിൽ വെച്ചു. പക്ഷേ അക്ഷരങ്ങളിലേക്ക് മനസ്സിനെ പായിക്കാൻ അവൻ്റെ ആത്മാവ് വിസമ്മതിച്ചു. മനസാക്ഷിയുടെ ഏതോ ഇരുണ്ട ഭൂതങ്ങൾ അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. വായനക്കാരനെ പോലെ തലകുനിച്ച് ഉള്ളിലെ വെപ്രാളം ഒളിപ്പിച്ച് അവൻ അങ്ങനെയിരുന്നു. അപ്പോഴേക്കും പ്ലാറ്റ്ഫോമിലും ചുറ്റിലും അസ്തിത്വത്തിൻ്റെ വിളറിയ വൈദ്യുത വിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു തുടങ്ങിയിരുന്നു. സെമിത്തേരിയുടെ കവാടത്തിലേക്ക് ഒരു യുവാവ് നടന്നു വരുന്നുണ്ടായിരുന്നു. ആഢ്യത്വം തുളുമ്പുന്ന മുഖം, ട്രിം ചെയ്ത താടി, വൃത്തിയായി ഇൻസേർട്ട് ചെയ്ത വസ്ത്രങ്ങൾ, കഴുത്തിൽ തിളങ്ങുന്ന വലിയൊരു സ്വർണ്ണമാല, കറുത്ത ഷൂസുകൾ. മണ്ണിൽ അമർത്തി ചവിട്ടി അയാൾ സെമിത്തേരിയുടെ പടിഞ്ഞാറേ അറ്റത്തേക്ക് നടന്നു. അവിടെയുള്ളൊരു സിമൻറ്റ് ബെഞ്ചിൽ വേറൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. ജുബയും മുണ്ടുമണിഞ്ഞ് താടിയും മുടിയും നീട്ടി വളർത്തിയ ഭാവനാശാലിയായ ഒരു മനുഷ്യൻ. അവരുടെ മുന്നിൽ അസ്തമയ സൂര്യൻ്റെ അവസാന കിരണങ്ങളെ ഏറ്റുവാങ്ങി അറബിക്കടൽ വിസ്തൃതമായി കിടക്കുന്നു. വന്ന യുവാവ് ജുബക്കാരൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ഇന്നലെ യഥാർത്ഥത്തിൽ എൻ്റെ തെറ്റുകൊണ്ടല്ല അത് സംഭവിച്ചത്. എല്ലാം പെട്ടെന്നായിരുന്നു. നിങ്ങൾ പെട്ടെന്നാണ് എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്നു പെട്ടത്. ഒരു മ്ലാനഹാസത്തോടെ ജുബക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല സുഹൃത്തെ. ഞാൻ അപ്പോൾ കുറച്ചധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാനും ലഹരിയിലായിരുന്നു, യുവാവ് സ്വയം പഴിചാരും പോലെ പറഞ്ഞു. സാരമില്ല സുഹൃത്തെ, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ തിരുത്താൻ നമുക്കാവില്ലല്ലോ. സഹിക്കുക, ക്ഷമിക്കുക എന്നതല്ലാതെ മനുഷ്യനിനി എന്ത് ചെയ്യാനാകും? എങ്ങനെയെങ്കിലും പരസ്പരം സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
അതുതന്നെയാണ് നമ്മൾ ഇനിയും മനുഷ്യരായിരിക്കുന്നതിൻ്റെ അടയാളം. അവർ പരസ്പരം അഗാധമായി ആലിംഗനം ചെയ്ത് ആ ബെഞ്ചിലിരുന്നു. സംഭാഷണം കൂടുതൽ ആത്മീയമായ തലങ്ങളിലേക്ക് വഴിമാറി. ജുബ്ബക്കാരൻ ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പറയാൻ മടിയില്ലെങ്കിൽ? യുവാവ് ദൂരേക്ക് നോക്കി തൻ്റെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നു. ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ ഏക മകനാണ്. ഒരു കുറവും അറിയിക്കാതെയാണ് അവർ എന്നെ വളർത്തിയത്. രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥർ. എൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ ചില വഴിവിട്ട ബന്ധങ്ങൾ കാരണം എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. എനിക്കതിലൊട്ടും താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ഞാൻ ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ചു. വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരവും തിരിച്ചു നൽകി. മനസ്സ് വളരെ പ്രക്ഷുബ്ധമായ ഭ്രാന്ത് പിടിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. ആ ധൃതിയിലാണ് ഞാൻ ഹെൽമറ്റ് പോലും വെക്കാതെ വണ്ടിയെടുത്തത്. അത് കേട്ട് ജുബ്ബക്കാരൻ നെടുവീർപ്പിട്ടു. കഷ്ടം തന്നെ. ഇന്നലെ എൻ്റെ മനസ്സും കടുത്ത ക്രോധത്തിലായിരുന്നു. ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ അച്ഛനോടും അമ്മയോടും ഞാൻ 5 ലക്ഷം രൂപ ചോദിച്ചു. പക്ഷെ അവർ തന്നില്ല. ആ ദേഷ്യത്തിൽ അനിയത്തിയുടെ കല്യാണത്തിനായി മാറ്റിവെച്ചിരുന്ന 5 പവൻ്റെ മാലയും കുറച്ച് പണവും ഞാൻ ബലാത്കാരമായി പിടിച്ചു വാങ്ങി. ആ മാല ഞാൻ പണയം വെച്ചു. ആ സങ്കടം മാറ്റാൻ ഒരു ബാറിൽ കയറി ബിയറടിച്ചു. പക്ഷേ നിയന്ത്രണം വിട്ടുപോയി. ആ ലഹരിയിലാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയതും നിങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചതും. പക്ഷേ ആ അപകടത്തിൻ്റെ പുകമറയ്ക്കുള്ളിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോൾസഞ്ചിയും പണവും ഏതോ ഒരുവൻ മോഷ്ടിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് മറഞ്ഞുപോയി. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേയില്ല. യുവാവ് അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പറഞ്ഞിട്ട് എന്ത് കാര്യം കൂട്ടുകാരാ? മോഷ്ടിച്ച പണം കൊണ്ട് മനുഷ്യന് എത്ര കാലം സുഖമായി ജീവിക്കാൻ കഴിയും? ഒരു തെറ്റ് ചെയ്താൽ ആ നിമിഷം അനുഭവിക്കുന്ന സന്തോഷത്തെക്കാൾ എത്രയോ ഇരട്ടിക്കാലം പിന്നീട് ദുഃഖിക്കേണ്ടി വരും. സത്യം മനസ്സിലാക്കുന്നതും അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നതും മരണത്തിന് ശേഷം ദൈവത്തിന് മുന്നിലെത്തുമ്പോഴും നമ്മെപ്പോലെയുള്ള ആത്മാക്കളോട് സംവദിക്കുമ്പോഴും മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ സത്യം ആരും തിരിച്ചറിയാറുമില്ല, പറയാറുമില്ല. അവരുടെ ആത്മഭാഷണം തുടരുമ്പോഴേക്കും റെയിൽപാതയിലെ സിഗ്നലുകൾ മാറി മറഞ്ഞു. 2 ട്രെയിനുകളും ക്രോസിംഗ് കഴിഞ്ഞ് പാളങ്ങൾ മുറിച്ച് കടന്നുപോയി. ജമ്മുവിലേക്കുള്ള ട്രെയിൻ അതിൻ്റെ ദീർഘമായ സൈറൻ മുഴക്കിക്കൊണ്ട് പതുക്കെ ചലിക്കാൻ തുടങ്ങി. അപ്പോഴും ട്രെയിനിൻ്റെ സൈഡ് സീറ്റിൽ അഭിലാഷ തല കുനിച്ചിരിക്കുകയായിരുന്നു. ടിക്കറ്റ് പരിശോധകൻ വന്നു. ട്രെയിനിൻ്റെ ടിക്കറ്റും ആധാർ കാർഡും ചോദിച്ചിട്ടും അവൻ അനങ്ങിയില്ല. സംശയം തോന്നിയ TTR അവനെ തട്ടി വിളിച്ചു. യാതൊരു ചലനവുമില്ലാത്തതിനാൽ അയാൾ അവൻ്റെ തല പതുക്കെ ഉയർത്തി നോക്കി. അപ്പോഴേക്കും അഭിലാഷിൻ്റെ ശരീരത്തിലേക്ക് മരണത്തിൻ്റെ ഹിമകണങ്ങൾ പടർന്ന് പിടിച്ചിരുന്നു. ഹൃദയസ്തംഭനമോ ഭയമോ അവനെ എന്നേക്കുമായി നിശ്ചലനാക്കിയിരുന്നു. അതേസമയം സെമിത്തേരിയിലെ ബെഞ്ചിലിരുന്ന ജുബ്ബക്കാരൻ പെട്ടെന്ന് ഞെട്ടലോടെ എഴുന്നേറ്റ് വേഗതയാർജിക്കുന്ന ട്രെയിനിൻ്റെ വിൻഡോ സീറ്റിലേക്ക് വിരൽ ചൂണ്ടി ആ യുവാവിനോട് പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, ഇന്നലെ അപകട സ്ഥലത്ത് വെച്ച് എൻ്റെ പണവും സഞ്ചിയും അപഹരിച്ച് കടന്നു കളഞ്ഞ മനുഷ്യൻ അവൻതാ ആ സൈഡ് സീറ്റിലിരിക്കുന്നു. യുവാവ് വിസ്മയത്തോടെ ആ കാഴ്ചയിലേക്ക് നോക്കി നിൽക്കെ തീവണ്ടി ഇരുളിലേക്ക് വേഗത കൂട്ടിക്കൊണ്ട് മറഞ്ഞു കഴിഞ്ഞിരുന്നു. സെമിത്തേരിയിൽ കൃത്രിമമായ വൈദ്യുതി വെളിച്ചം പൂർണ്ണമായും പടർന്നു പിടിച്ചു. തങ്ങളുടെ ആത്മബന്ധത്തിന് വിരാമം ഇട്ടുകൊണ്ട് യുവാവ് ജുബ്ബക്കാരനോട് ശുഭരാത്രി നേർന്നു. ഇന്നലത്തെ കലണ്ടർ തീയതിയിൽ തങ്ങളുടെ മരണദിനം ഒരുമിച്ച് കുറിച്ചിട്ടിരിക്കുന്ന പരസ്പരം തൊട്ടുരുമ്മിക്കിടക്കുന്ന 2 കല്ലറുകളിലേക്ക് അവർ പതുക്കെ ഇറങ്ങിപ്പോയി. മണ്ണിലെ അഹങ്കാരങ്ങളില്ലാത്ത ആ ശാന്ത നിദ്രയിലേക്ക്. എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടും എന്ന് കരുതുന്നു.